നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ശരിക്കുമുള്ള ബന്ധം എന്താണ്, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. നിങ്ങൾക്ക് ഈ കാർഡിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സണ് ശരിക്കുമുള്ള ബന്ധം എന്താണ്, അതാണ് നോക്കുന്നത്. അപ്പോൾ ഇത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഓവറോൾ എനർജിയാണ് ഈ കാർഡ്സ്. അത് കഴിഞ്ഞ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഇവർ തമ്മിൽ, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കും. പിന്നെ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കും. അടുത്തത് നോക്കാൻ പോകുന്നത് നിങ്ങളോട് ഈ പേഴ്സണുള്ള ഉദ്ദേശം എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഇനി എന്താണ് നടക്കാൻ പോകുന്നത്, ഇത്രയും കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 1, 2, 3 കാർഡ്സ് സെലക്ട് ചെയ്തോ. അപ്പോൾ നമുക്ക് കാർഡ് റീഡിങ്ങിലേക്ക് പോവാം. ഇത് രണ്ടാമത്തെ കാർഡാണ്, ഇത് മൂന്നാമത്തെ കാർഡ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഇത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഓവറോൾ എനർജിയാണ്. ആദ്യം നമുക്കൊരു ഓറക്കിൾ മെസ്സേജ് നോക്കാം അല്ലേ. ഈ ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു കാർഡ് തരണേ ഭഗവാനെ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഓൾറെഡി കാർഡ് വീട് കഴിഞ്ഞു. 2 കാർഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഡിവൈൻ വിസ്ഡം, ലിസൺ ടു യുവർ ഇന്നർ വോയിസ്. അപ്പം നിങ്ങൾക്ക് ഉള്ള തോന്നലുകൾ എന്ന് നമ്മൾ പറയില്ലേ, എനിക്ക് പെട്ടെന്നൊരു തോന്നൽ തോന്നുന്നു, പെട്ടെന്നൊരു സംശയം, പെട്ടെന്നൊരു മനസ്സിലൊരു കാര്യം വരുന്നു, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് എന്താണ്, അത് അനലൈസ് ചെയ്ത് നോക്കുക, മനസ്സിലായോ? അപ്പോൾ അത് ഇൻറ്റ്യൂഷനാണ്, ദൈവം തരുന്ന വിസ്ഡമാണ്, നമുക്ക് അത് ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് ത്രോട്ട് ചക്ര. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, തെറ്റിദ്ധാരണകൾക്ക് ഇടയാകരുത് എന്നാണ് പറയുന്നത്. 2 കാർഡ്സാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഫീലിങ്സ്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി, ഫീലിങ്സ് അല്ല ഓവറോൾ എനർജി. ഇപ്പോൾ അവർ തമ്മിൽ സ്നേഹമില്ല. ഏസ് ഓഫ് കപ്സ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷേ ഇവർ തമ്മിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ് ഇല്ല, സ്നേഹമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി ഒരു ഓഫർ കൊടുത്തു, നിങ്ങളുടെ പേഴ്സൺ അത് റിജക്റ്റ് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കൊടുത്ത ഓഫർ തേർഡ് പാർട്ടി റിജക്റ്റ് ചെയ്തു. എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ഏസ് ഓഫ് കപ്സ് റിവേഴ്സിനൊന്ന് ക്ലാരിഫൈ ചെയ്യുന്നത് ഓക്കെ. അപ്പോൾ ഈ 9 ഓഫ് സ്വേർഡ്സ് റിവേഴ്സാണ് വരുന്നത്. വളരെ സ്ട്രെസ്ഫുൾ ആയൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ചിലപ്പോൾ പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നിയായിരിക്കും. എന്നിട്ട് രണ്ടുപേരും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ സാധാരണ നമുക്ക് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട്, പുരുഷനൊരു സ്ത്രീയോട് അട്രാക്ഷൻ തോന്നും, മിക്കവരോടും തോന്നാറുണ്ട്. പക്ഷെ മിക്ക സമയത്തും നമ്മളത് വേണ്ടാന്ന് വെക്കും, വരും വരായികകളെ കുറിച്ച് ഓർത്തിട്ട്, അല്ലെങ്കിൽ ഇത് എവിടെ എത്താൻ പോകുന്നില്ല, വെറുതെ എനർജി വേസ്റ്റ് ചെയ്യുന്നതിനാണ് എന്ന് വെച്ചിട്ട് മിക്കവരും അതിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യും. ചിലർ അതിൽ മുമ്പോട്ട് പോകും. അപ്പോൾ സംസാരിക്കുന്നതിൽ എന്താ കുഴപ്പം എന്ന് വിചാരിക്കുന്ന ചിലരുണ്ട്. അവർ ഈ പേഴ്സണോട് സംസാരിക്കും. അപ്പോൾ നിങ്ങളുടെ പേഴ്സണോ തേർഡ് പാർട്ടിയോ തമ്മിൽ സംസാരമുണ്ടായിരുന്നു. പക്ഷേ അതൊരു വേറെ വഴിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഒരാൾ ഇഷ്ടമാണ്, നമുക്കതൊരു റിലേഷൻഷിപ്പ് ആക്കിയാലോ എന്നൊരു ഇത് വന്നപ്പോൾ ഒരാൾ ബാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ രണ്ടുപേരും നടക്കില്ല എന്നറിഞ്ഞ് ബാക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ ഒരാൾക്ക് ഇവിടെ ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ അത് നമ്മൾ പറയില്ലേ, കഴുത്തേലാവുക, കഴുത്തിൽ തൂങ്ങുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സിറ്റുവേഷനിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ സ്നേഹം തിരിച്ചെടുത്തു, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് നിന്ന് ബാക്ക് ഔട്ട് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ സ്ട്രെസ്സിലേക്ക് പോകാൻ പോയി റിലേഷൻഷിപ്പ്.
അവർ തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉള്ള സമയം കിട്ടിയില്ല എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. വളരെ സ്നേഹമായിരുന്ന ആർക്കോ ഒരാൾക്ക്, പക്ഷെ അത് റിജക്റ്റ് ചെയ്തു മറ്റേ ആള്. നിങ്ങളുടെ പേഴ്സൺ ആവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആവാം. എന്തായാലും ഓഫർ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ. നമ്മൾ അടുത്ത് നോക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അവർ ഫൈറ്റ് ഒന്നും ഹാപ്പിയാണ് ഇവർ തമ്മിൽ. അപ്പോൾ ഇവരൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് വേണ്ടാന്ന് വെച്ചത്. മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ഉണ്ട്, പിന്നെ ഒരു യൂണിഫൈഡ് ലവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ വളരെ സീരിയസ് ആയ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയായിരുന്നു. കാരണം ഇവിടെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ട്. രണ്ടുപേരുടെയും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ പോലെയാണ് കാണിക്കുന്നത്. വളരെ സ്ട്രോങ് ആയ ഒരു അട്രാക്ഷൻ ആയിരുന്നു ഇവർ തമ്മിൽ. പക്ഷേ ഇവർ തമ്മിൽ മ്യൂച്വൽ ഡിസിഷൻ വെച്ച് നമുക്ക് ഇഷ്ടംപോലെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ മേ ബി രണ്ടുപേർക്കും റിലേഷൻഷിപ്പ് ഉണ്ടാവാം, രണ്ടുപേരും മാരീഡ് ആവാം, കുട്ടികൾ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ഉള്ളത് കൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഡിസൈഡ് ചെയ്തു ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യണ്ട. അത് പിന്നെ ഫ്യൂച്ചറിൽ ഉള്ള സ്നേഹം നശിച്ചു പോകും, അത് പ്രശ്നങ്ങൾ വരുമ്പോൾ. അപ്പോൾ അത് വേണ്ട, നമ്മളെ സ്നേഹം ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ, പക്ഷെ നമുക്കിതൊരു വേറെ റിലേഷൻഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്യണ്ട അന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഇവർ റിലേഷൻഷിപ്പ് ലവ് എന്ന് മാറ്റിയിട്ട് ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ഒക്കെ ഉണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പിലേക്കാണ് ഇപ്പോൾ അവർ പോയിരിക്കുന്നത്. പഴയ പോലെയുള്ള ഒരു വിളി സംസാരം അതൊന്നുമില്ല, പക്ഷെ രണ്ടുപേരുടെയും മനസ്സിൽ ആ സ്നേഹം ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. വളരെ ഹാപ്പിയാണ് ഇവർ. ലിയോ സോഡിയാക് സൈൻ ആണിത് കേട്ടോ. അപ്പോൾ പക്ഷേ പഴയ പോലെയുള്ള അട്രാക്ഷൻ, പഴയ പോലെയുള്ള സംസാരങ്ങളോ വിളിയോ കണ്ടുമുട്ടലുകളോ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടി, നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഈ നിങ്ങളുടെ പേഴ്സണ് ഒരു ചോയ്സ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നായിരുന്നു. എന്നുവെച്ചാൽ തേർഡ് പാർട്ടി വേണോ നിങ്ങളുടെ പേഴ്സൺ വേണോ എന്നൊരു ചോയ്സ് വരാൻ പോയി. അപ്പോൾ ഈ പേഴ്സൺ ഒരു ചോയ്സ് എടുത്തില്ല. മനസ്സിലാവുണ്ടോ? അതെന്ന് പറഞ്ഞാൽ നിങ്ങളെയാണ് ചൂസ് ചെയ്തത് ഈ പേഴ്സൺ. അവിടെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നു. തേർഡ് പാർട്ടി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വേണോ, ഹാപ്പിനെസ് വേണോ, അതോ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണോ എന്നൊരു ചോയ്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ ടെംപ്റ്റിംഗ് ആയ ഒരു ചോയ്സ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ റിജക്റ്റ് ചെയ്തു, അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അതിന് പകരം നിങ്ങളുമായിട്ട് ഒരു റിന്യൂഡ് റിലേഷൻഷിപ്പ് നോക്കാമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടിയോടൊരു കണക്ഷൻ വെച്ചത്. പക്ഷേ തിരിച്ചു വന്ന് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് തന്നെയാണ് ഈ പേഴ്സൺ കയറിയത്. അത് ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇവരെക്കുറിച്ച് ഇവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അത് ഭയങ്കര ക്ലോസ് ആയ ഒരു ഫ്രണ്ട്ഷിപ്പാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഇവർ തമ്മിൽ ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരു ഡിവോഴ്സിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ച് വന്നതാണ് നിങ്ങളുടെ പേഴ്സൺ. ഓൾമോസ്റ്റ് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് തിരിച്ച് വന്നതാണ് എന്നൊരു അറിവ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. മനസ്സിലായി? ഇതെല്ലാം ഒളിച്ചു വെച്ചിരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അറിയാത്ത കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് റിലേഷൻഷിപ്പിൽ. മനസ്സിലായോ? വേണമെങ്കിൽ തേർഡ് പാർട്ടി ചിലപ്പോൾ ഒന്ന് പുഷ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിയുടെ കൂടെ പോയേനെ. അത്രയും അടുത്തിട്ടുണ്ടായിരുന്നു ഇവർ. പക്ഷേ തേർഡ് പാർട്ടി സ്വന്തം ഫാമിലിയെ ഉപേക്ഷിക്കാൻ റെഡി അല്ല. അതുപോലെ നിങ്ങളുടെ പേഴ്സണെ ഫോഴ്സ് ചെയ്തില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോരണമെന്ന് തേർഡ് പാർട്ടി ഫോഴ്സ് ചെയ്തില്ല. അതുകൊണ്ട് ഈ പേഴ്സൺ തിരിച്ച് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി അല്ലെന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടി ആയിട്ട് ഹാപ്പിയാണ്. മനസ്സിലായോ? ഇത് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ ഒരു ചോയ്സ് എടുത്തിട്ട് മനസ്സിലായി, ഇവിടെ ഒരു ഓപ്ഷൻ വന്നു. ഈ പേഴ്സണ് ഒരു കൺഫ്യൂഷൻ വന്നു, തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യണോ നിങ്ങളെ ചൂസ് ചെയ്യണമെന്ന്. അപ്പോൾ പേഴ്സൺ എന്നിട്ട് ഡിസൈഡ് ചെയ്തത് തേർഡ് പാർട്ടിയെ പറ്റില്ല, തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് വേണ്ട, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വേണം. അപ്പോൾ ഇതെല്ലാം സ്വകാര്യമായിട്ടാണ്. തേർഡ് പാർട്ടിയും ഇത് ആരോടും പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ പേഴ്സണായിട്ട് ആരോടും പറയാൻ പോകുന്നില്ല. അപ്പോൾ ഇത് ഇവർ തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു.
മനസ്സിലായോ? നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ നഷ്ടമാകാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ തേർഡ് പാർട്ടി കാരണമോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ യുക്തിപരമായിട്ട് പെരുമാറിയത് കൊണ്ടോ മാത്രം നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ച് നിങ്ങളുടെ പേഴ്സൺ വരികയാണ് ചെയ്തത്. അപ്പം ചിലപ്പോൾ തേർഡ് പാർട്ടി പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണെ തിരിച്ച് നിങ്ങളുടെ ഫാമിലിയിലേക്ക് വിട്ടു. കാരണം അവർക്ക് നിങ്ങളുടെ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് വേണ്ട. അതാണ് ഇവിടുത്തെ ഒരു കാര്യം. മനസ്സിലായോ? തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്. അപ്പം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ദേഷ്യത്തിലായിരിക്കും തേർഡ് പാർട്ടിയോട് ആ സമയത്ത്. ഇവർ വേണ്ടാന്ന് പറഞ്ഞ റിലേഷൻഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അപ്പോൾ കുറേ നാൾ തേർഡ് പാർട്ടിയുമായിട്ട് അകന്നിരുന്നു. മനസ്സിലായി? നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് കുറച്ച് അകന്നിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ തേർഡ് പാർട്ടിയുമായിട്ട് കണക്ഷൻ ഉണ്ട്. പക്ഷെ പഴയ പോലത്തെ കണക്ഷൻ അല്ല. അവർ തമ്മിലൊരു ഗ്യാപ്പ് വന്നു, ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നു. ഇത് എവിടെയും പോകാൻ പോകുന്നില്ല എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നു. ഇവിടെ അക്വേറിയസ് ഉണ്ട്, വെർഗോ പൈസസ് ഉണ്ട്, ഇവിടെ ലിയോ ഉണ്ട്. നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ ഉദ്ദേശം എന്താണ്? ഇപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് ഈ പേഴ്സൺ വന്നിട്ടുണ്ട്. ഈ പേഴ്സണിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയിരുന്നില്ല, അല്ലെങ്കിൽ ആയിരുന്നില്ല, ഇപ്പോഴും അല്ല എന്ന് ഈ പേഴ്സണ് ബോധ്യമുണ്ട്. പക്ഷെ ആ പേഴ്സൺ ആ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യണം. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇതിനപ്പുറം ഒരു നല്ലതാവാൻ പോകുന്നില്ല. ഈ പോകുന്ന പോലെ തന്നെ ഇത് പോവുള്ളൂ. അല്ലാതെ ഇവിടെ പ്രത്യേകത ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. രണ്ടുപേരും ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന രണ്ടുപേരാണ്. രണ്ടുപേർക്കും രണ്ടുപേരുടേതായുള്ള ഐഡന്റിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഈ പേഴ്സൺ റിസൈൻ എന്നുവെച്ചാൽ നമ്മൾ ചില സമയം വിട്ടുകളയില്ലേ, പോണ പോലെ പോട്ടെ എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ പേഴ്സണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തീരുമാനമെടുത്തു നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട്. തേർഡ് പാർട്ടി ശരിക്കും പറഞ്ഞ ഒരു അത്താണി പോലെയാണ് നിങ്ങളുടെ പേഴ്സണ്. മനസ്സിലായോ? സംസാരിക്കാനുള്ള ഒരാൾ അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യാനുള്ള ഒരാൾ. അപ്പോൾ അങ്ങനത്തെ ഒരു കണക്ഷനാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ. ഇവിടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിച്ചേക്കുന്നത്. ഇപ്പോൾ സ്നേഹമല്ല, കല്യാണം കഴിച്ചു, എന്തായാലും കുട്ടികളൊക്കെ ഉണ്ട്, എന്നാൽ പിന്നെ ഇതിലെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അങ്ങനെ പോട്ടെ എന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ. ഇവിടെ വെർഗോ സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. എന്താണ് ഇനി നടക്കാൻ പോകുന്നത്? ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കാൻ പോകുന്നത്? ഈ പേഴ്സണ് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും തേർഡ് പാർട്ടി. പക്ഷെ അതിൽ നിന്ന് പേഴ്സൺ റിക്കവർ ചെയ്യും കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് ഡിസഗ്രിമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. കാരണം തേർഡ് പാർട്ടി ഈ പേഴ്സണെ റിജക്റ്റ് ചെയ്തു എന്നാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയോട് ഒരു കലിപ്പുണ്ട് ഈ പേഴ്സണ്. പക്ഷേ എന്നാലും ഇപ്പോഴുള്ള സിറ്റുവേഷൻ നിങ്ങളുമായിട്ടുള്ള പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ആ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യത്യാസം വരുന്നില്ല, അതുപോലെ തന്നെ പോകുന്നു. അതിലും തേർഡ് പാർട്ടിയോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിലും നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി ആവും. മനസ്സിലായോ? അപ്പോൾ എന്നാലും ഈ പേഴ്സൺ കുറച്ച് ഡിഫെൻസീവ് ആയിരിക്കും. എന്നാലും വഴക്കൊക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടായാലും ഈ പേഴ്സൺ ബഹളമൊന്നും ഉണ്ടാക്കില്ല. ഒരു കൺട്രോളിലായിരിക്കും മുമ്പോട്ട് പോകാൻ പോകുന്നത്. അത് ആവശ്യമില്ലാതെ, കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനത്തിന് വേണ്ടിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണൽ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു എന്താ പറയുക, ഈ കാളകൾ എങ്ങനെയാണ് നമ്മളുടെ വണ്ടി തെളിക്കുന്ന കാളകൾ ആ വഴിയേ തന്നെ പോകും, നമ്മൾ തെളിക്കണ്ട അവരെ. അപ്പം നിങ്ങളുടെ ജീവിതം അതുപോലെയാണ്. നിങ്ങൾക്കൊരു ഉദ്ദേശമില്ല. മനസ്സിലായി? എവിടെയാണ് ചെന്ന് കയറുക എന്ന് വെച്ചാൽ അവിടെ ജീവിതം ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു ഫ്ലോട്ട് ചെയ്യലാണ്. നിങ്ങൾക്കൊരു ഉദ്ദേശമില്ല ഒരു കാര്യത്തിലും. രണ്ടുപേരും കല്യാണം കഴിച്ചാണ്, കുട്ടികളുണ്ട്, ഇതെങ്ങനെ ജീവിച്ച് തീർക്കണം, അതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ. ഈ ജീവിതം ജീവിച്ച് തീർക്കണം, അത്രയേ ഉള്ളൂ പേഴ്സണ് നിങ്ങളുമായിട്ട്. തേർഡ് പാർട്ടി ആയിട്ടും അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അവർ ഒരിക്കലും അവരുടെ ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭാര്യയോ കുട്ടികളെ ഒന്നും ഉപേക്ഷിക്കില്ല. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകും, നിങ്ങളുമായിട്ടുള്ളതും തേർഡ് പാർട്ടി ആയിട്ടുള്ളതും. അതാണ് കാണിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ പേഴ്സണ് സ്ട്രെസ് ഒന്നുമില്ല, പീസ്ഫുൾ ആണ്. കാരണം തേർഡ് പാർട്ടിയോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അത് പേഴ്സണ് ഒരു ആശ്വാസമാണ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ സോഡിയാക് സൈനൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാം.
രണ്ടാമത്തെ റീഡിംഗ് ഓവറോൾ എനർജിയാണ്. എന്താണ് ഓറക്കിൾ മെസ്സേജ് എന്ന് നോക്കാം. കാർഡൊക്കെ തട്ടി വീഴും. രണ്ടാമത്തെ കാർഡ് എടുത്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് ഭഗവാനെ. ഒരു ഷഫ്ലും കൂടെ ചെയ്യാം നമുക്ക്. ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഇനി നമുക്ക് മെസ്സേജ് എന്താണ് വരുന്നതെന്ന് നോക്കാം. ഭഗവാനെ ഓക്കെ, ഒരു കാർഡാണ് വീണത്. ഇത് പറയുന്നത് ലോങ് ജേർണി. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ നിങ്ങൾ ഫിസിക്കലി ഒരു യാത്ര പുറപ്പെടേണ്ടി വരും. അതല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ അവേക്കനിങ് നിങ്ങളിലുണ്ടാവും, ഒരു തിരിച്ചറിവ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു യാത്ര നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചേ പറ്റുള്ളൂ. ആ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഓവറോൾ എനർജിയാണ്. 7 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. ഇവിടെ ഒരു അക്ഷമ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടണം അല്ലേ? അപ്പോൾ ഇവിടെ റിട്ടേൺ കിട്ടാത്ത പോലെ, മനസ്സിലായോ? ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്നൊരു റിട്ടേൺ കിട്ടിയേ പറ്റുള്ളൂ. പ്രോഫിറ്റ് വേണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ. അതാണ് ശരിക്കുള്ള ബിസിനസ്. എല്ലാം ബിസിനസ്സാണ്, റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒക്കെ ബിസിനസ്സാണ്. കൊടുത്താൽ അതിൽ കുറച്ചെങ്കിലും തിരിച്ചു കിട്ടണം. അല്ലാത്തവർ നഷ്ടക്കച്ചവടം നടത്തുന്നവരാണ്. അവരും ഹാപ്പി ആവില്ല, അവർക്ക് അതുകൊണ്ടൊരു ഗുണവും ഉണ്ടാവില്ല. അപ്പോഴാണ് ഫ്രസ്ട്രേഷൻ വരിക. ഓക്കെ, അതൊരു സൈഡിൽ. അപ്പോൾ ഇവിടെ പ്രതീക്ഷിച്ച പോലെ തിരിച്ചു കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു കാര്യം. അത് അല്ലെങ്കിൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ എന്താ പറയുക, ഒരു എൻജോയ്മെൻ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല തിരിച്ചു കിട്ടുന്ന കാര്യത്തിൽ. അങ്ങനൊരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മനസ്സ് മടുത്ത പോലെ, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ ക്ഷമയില്ലാത്തതുപോലെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. നൈറ്റ് ഓഫ് കപ്സ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ, നൈറ്റ് ഓഫ് കപ്സ് പൊതുവേ ഹോളിഡേ റൊമാൻസ്, ഒരു അറ്റൻഷൻ സ്പാൻ കുറവായിരിക്കും, പെട്ടെന്ന് ബോറടിക്കുന്ന ഒരു എനർജി. മനസ്സിലാവുണ്ടോ? അപ്പോൾ എപ്പോഴും കോൺസ്റ്റൻറ്റ് എൻ്റർടൈൻമെൻറ്റ് വേണ്ടി വരും. അപ്പോൾ ക്ഷമയില്ലാതെ നമുക്ക് ഒരാളോട് വളരെ സീരിയസ് ആയിട്ട് സ്നേഹം തോന്നുമ്പോൾ ആ പേഴ്സൺ എനിക്ക് കുറച്ച് സമയം വേണം ആലോചിക്കാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സമയം കൊടുക്കും. കാരണം നമുക്ക് ചോയ്സ് ഇല്ല അവിടെ. എനിക്ക് ഇയാളെ വേണം എന്നൊരു ചിന്ത വരുമ്പോൾ നമ്മളെ ഒരു സിനിമയിൽ ദിലീപിൻ്റെ ക്യാരക്ടർ നവ്യ നായരോട് പറയുന്നുണ്ട്, അങ്ങനെ ഒരാളെ കിട്ടാതാകുമ്പോൾ വേറെ ആൾ അന്വേഷിച്ച് പോകുന്ന സ്വഭാവമല്ല. അതാണ് ശരിക്കുള്ള സ്നേഹം. ഇയാളെ കിട്ടിയില്ല, അപ്പോൾ ശരി, ഇന്ന് എനിക്ക് സമയമില്ല, അത് വേറെ ആളെ അങ്ങനല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യണം. പക്ഷെ ഈ ഒരു എനർജി, ഈ നൈറ്റ് ഓഫ് കപ്സിന് ആ പരിപാടിയേ ഇല്ല. ഇമോഷണലി ഭയങ്കര അൺസ്റ്റേബിൾ ആയ, വളരെ ഇമ്മച്യൂർഡ് ആയ ഒരു എനർജിയാണ്. എവിടെ ചാൻസ് കിട്ടിയാലും യൂസ് ചെയ്യുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ കണ്ടോ, അതാണ് ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷനിൽ ഈ പേഴ്സണ് ലവിൻ്റെ ഉദ്ദേശമില്ല, ലോങ് ടേമിൻ്റെ ഉദ്ദേശമില്ല, ഒന്നുമില്ല. പരിചയപ്പെട്ടു, അവിടെ ആ ഒരു ചിലപ്പോൾ ഒരു ട്രാവൽ പോയപ്പോൾ പരിചയപ്പെട്ടതായിരിക്കും. അപ്പോൾ ആ ട്രാവലിൻ്റെ സമയത്ത് ഒരു കൂട്ട്, അത്രയേ ഉള്ളൂ. അതല്ലാതെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഒന്നും തേർഡ് പാർട്ടി ആയിട്ടില്ല. ജെമിനായി ആണ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഇവർ തമ്മിൽ? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? കുറേ കാർഡ് കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും നോക്കാം.
ഈ ലവേഴ്സിൻ്റെ കാർഡ് റിവേഴ്സ് തന്നെയാണ് തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ വരുന്നത്. എല്ലാ കാർഡ്സും റിവേഴ്സാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയോട് ലവ് ഒന്നുമില്ല. ഇവർ തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ടവർ മൊമെൻ്റ് അവോയ്ഡ് ചെയ്യാൻ പോകുന്ന പോലെ. ഓക്കെ, തേർഡ് പാർട്ടി കുറേ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സണുമായിട്ട്. നിങ്ങളുടെ പേഴ്സൺ തമാശയ്ക്ക് റിലേഷൻഷിപ്പ് വയ്ക്കുന്ന ആളാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും, അല്ലാത്ത റിലേഷൻഷിപ്പ് എല്ലാം തമാശ. അങ്ങനത്തെ ഒരാളിൽ ഒതുങ്ങാത്ത ഒരു ക്യാരക്ടറാണ്, സ്ത്രീയായാലും പുരുഷനായാലും. അപ്പോൾ ഇവിടെ പഴയ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു കമ്പനി കൂടൽ ഒന്നും തേർഡ് പാർട്ടിയായിട്ട് നടക്കുന്നില്ല. കാരണം തേർഡ് പാർട്ടി സീരിയസ് ആണ് നിങ്ങളുടെ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ. അപ്പോൾ തേർഡ് പാർട്ടി കുറേ ക്രൈറ്റീരിയ വെക്കും. നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, നിങ്ങൾ എന്നെ ഇപ്പോൾ വിളിക്കണം, നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, എന്നാലേ നമ്മൾ തമ്മിലൊരു റിലേഷൻഷിപ്പിൽ പോസിബിലിറ്റി ഉള്ളൂ എന്ന് പറയും നിബന്ധനകൾ വെക്കുന്നുണ്ട് തേർഡ് പാർട്ടി. നിങ്ങളുടെ പേഴ്സൺ അതിന് സമയമില്ല. മനസ്സിലായോ? അപ്പോൾ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സണ്, കാരണം തേർഡ് പാർട്ടി കുറച്ച് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആളാണ്. എന്ന് വെച്ചാൽ അവർ തമാശയ്ക്ക് റിലേഷൻഷിപ്പ് വെക്കുന്ന എനർജി അല്ല. നിങ്ങളുടെ പേഴ്സൺ തമാശയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇതിനകത്ത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണമെന്നില്ല. ഇൻവെസ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ല, സമയമോ സ്നേഹമോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ല. ഒരു ലോങ് ടേം ഓപ്പർച്യൂണിറ്റി വേണ്ട ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഡള്ളാണ്. ഇവർ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല, ഓൾമോസ്റ്റ് ഒരു കോണ്ടാക്റ്റും ഇല്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. മനസ്സിലായോ? ആദ്യം തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഇപ്പം അത്രയും കൂടി ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് ലീബ്ര ഉണ്ട്, ജെമിനായി, സ്കോർപിയോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. തേർഡ് പാർട്ടിയോട് ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി ആയിട്ടൊക്കെ തന്നെ സംസാരിക്കുന്നത്. ഇവിടെ രസം കാണുന്ന വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് വളരെ അക്ഷമനായിട്ടാണ് പെരുമാറുന്നതെങ്കിലും തേർഡ് പാർട്ടിയോടൊരു റെസ്പെക്റ്റ് ഉണ്ട് നിങ്ങളുടെ പേഴ്സണ്. കാരണം തേർഡ് പാർട്ടി മറ്റ് എനർജീസിനെ നിങ്ങളുടെ പേഴ്സൺ പരിചയപ്പെട്ടിട്ടുള്ള മറ്റ് എനർജി പോലെ അല്ല ഈ പെർട്ടിക്കുലർ തേർഡ് പാർട്ടി. ഈ തേർഡ് പാർട്ടി കുറച്ച് എന്താ പറയുക, അഭിമാനമുള്ള അല്ലെങ്കിൽ കുറച്ച് ഡിസിപ്ലിൻഡ് ആയ, കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളാണ്. അങ്ങനെ ആരെങ്കിലും വന്ന് റിലേഷൻഷിപ്പിലേക്ക് വിളിച്ചാൽ ചെന്ന് കയറുന്ന എനർജിയല്ല. അപ്പോൾ ചെറിയൊരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ ഇവർ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. രണ്ടുപേരും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടുപേരുടെയും വേവ് ലെങ്ത് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 2 of Cups, ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ പോലെ കാണിക്കുന്നുണ്ട്. അതിൻ്റെതായ ഒരു സന്തോഷം നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. തേർഡ് പാർട്ടിയോട് വെറുപ്പില്ല, ക്ഷമയില്ലായ്മയുണ്ട്. അത് ചിലപ്പോൾ എന്നാലും ഇവിടെ ക്ഷമയില്ലായ്മ കാണിക്കുന്നുണ്ടെങ്കിൽ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ക്ഷമിക്കാൻ, വെയിറ്റ് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ. ഓക്കെ, അതുപോലെ നിങ്ങളുടെ പേഴ്സണ് പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളോട് വലിയ റെസ്പെക്റ്റ് ഇല്ലാത്തൊരു എനർജിയാണ്. ഈ പേഴ്സൺ എന്ത് കിട്ടുമ്പോഴും അത് ഫൈറ്റ് ചെയ്ത് കിട്ടണം എന്ന് വെച്ചാൽ കീപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ തമാശയ്ക്ക് പോകുന്ന സിറ്റുവേഷൻ അല്ല. മനസ്സിലായോ? സീരിയസ് ആയ എന്ത് കാര്യമാണെങ്കിലും അത് ഫൈറ്റ് ചെയ്ത് കിട്ടുന്നതാണ് വേർത്തുള്ള കാര്യങ്ങൾ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. പക്ഷേ ഈ പേഴ്സൺ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടാത്ത കാര്യങ്ങളിൽ ഒരു ചാലഞ്ചായിട്ട് എടുക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഈ തേർഡ് പാർട്ടിയോട് ഒരു സ്നേഹം തുടങ്ങുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ്. മനസ്സിലായോ? തേർഡ് പാർട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ ഈ പേഴ്സൺ ഒരു സന്തോഷമുണ്ട്. പക്ഷെ അത് ഭയങ്കര സീക്രട്ടീവായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ വെക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇത് പ്രതീക്ഷിച്ചില്ല തേർഡ് പാർട്ടിയിൽ നിന്ന് ഇങ്ങനൊരു റിയാക്ഷൻ ഉണ്ടാവുമെന്ന്. മനസ്സിലായി? അപ്പോൾ ഇതിലൊരു ഇൻട്രസ്റ്റ് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോട് വരുന്നുണ്ട്. ഇവിടെ ലിയോ സോഡിയാക് സൈൻ, വെർഗോ പൈസസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയോട് ഒരു നേരിയ ഇൻട്രസ്റ്റ് നിങ്ങളുടെ പേഴ്സണ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളോടുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഉദ്ദേശം എന്താണ്? തേർഡ് പാർട്ടിയോടൊരു ഉദ്ദേശം വരുന്നുണ്ട് ഇവിടെ. നിങ്ങളോട് എന്താണ് ഉദ്ദേശം? ഓക്കെ, നിങ്ങളോടുള്ള ഉദ്ദേശം, നിങ്ങൾ ഹസ്ബൻഡ് വൈഫാണോ? എന്തായാലും ഇവിടെ നിങ്ങൾ കുട്ടികളുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള റിലേഷൻഷിപ്പിൽ ഹാപ്പിയാണ്, എല്ലാ കാര്യത്തിലും സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ് നിങ്ങളോടുള്ള റിലേഷൻഷിപ്പിൽ. പക്ഷേ നിങ്ങളുടെ പേഴ്സണ് സൈഡിൽ വേറൊരു ചെറിയ റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ വളരെ ഇമ്പൾസീവായിട്ട് പെരുമാറുന്ന ഒരു എനർജിയാണ് പേഴ്സൺ.
അതുപോലെ ലോങ് ടേം പ്ലാൻ ഒന്നും ഇല്ല വേറെ റിലേഷൻഷിപ്പിൽ. പക്ഷെ നിങ്ങളുമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഒരു 10 of Cups കാണിക്കുന്നതിന് ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ അറിയാറില്ല. ഈ പേഴ്സൻ്റെ വേറൊരു മുഖമുള്ള കാര്യം നിങ്ങൾക്കറിയില്ല. മനസ്സിലായി? എടുത്തു ചാടി ഒന്നും നിങ്ങളോടുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ രസം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പേഴ്സൺ തുടങ്ങിയപ്പോൾ അവിടെ സീരിയസ് ആയിരുന്നില്ല ഈ പേഴ്സൺ. നിങ്ങളുടെ നിർബന്ധം കൊണ്ടായിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോയത്. അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സൻ്റെ ചിന്ത എന്ന് വെച്ചാൽ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് 10 of Cups ആണ്. ഇപ്പോൾ ഹാപ്പിനെസ് ആണ്. സാറ്റിസ്ഫൈഡ് ആണെന്ന് വെച്ചാൽ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ അതൊരു എടുത്തുചാട്ടമായി പോയില്ലേ എന്നൊരു ഡൗട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇവിടെ ഒരു തേർഡ് പാർട്ടി, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിനിണങ്ങിയ ഒരു തേർഡ് പാർട്ടി ഇവിടെ വന്ന് ചാടിയിട്ടുണ്ട്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ റെസിസ്റ്റൻസ് നിങ്ങളുടെ പേഴ്സൺ ഒരു ചാലഞ്ചാണ്, ഒരു അഡ്വെഞ്ചറാണ്. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു എടുത്തുചാട്ടമായി പോയില്ലേ എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഇനി നടക്കാൻ പോകുന്നത് ഇവിടെ? എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ഒരു സിറ്റുവേഷൻ അവസാനിക്കാൻ പോകുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ തേർഡ് പാർട്ടിയായിട്ടുള്ള കണക്ഷനിൽ തേർഡ് പാർട്ടിയെ ഏത് വിധേയനെയും സ്വന്തമാക്കണം എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുള്ള കാര്യം. അപ്പോൾ ഇവിടെ ഒരു എൻഡ്, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ്റെ എൻഡ് ഷുവറാണ്. അതാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഒരു ലോങ് ജേർണി. നിങ്ങളൊരു പുതിയൊരു യാത്രയ്ക്ക് തുടക്കമിടുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. കാരണം ഇവിടെ ഒരു കാര്യം അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്വീൻ ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു വർക്കിംഗ് പാരന്റ് ആണ്. നിങ്ങൾക്ക് ജോലിയുള്ളതാണോ? അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്താണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ജോലി അന്വേഷിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസാനം വരുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഒരു അവസാനം വരുന്നുണ്ട്. അത് നിങ്ങളുടെ പേഴ്സൺ വളരെ ട്രിക്കി ആയിട്ട് നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ തന്നെ ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാനുള്ള സിറ്റുവേഷൻ. മനസ്സിലായി? കാരണം നിങ്ങളാണ് ഈ റിലേഷൻഷിപ്പിന് തുടക്കമിട്ടത്. നിങ്ങളാണ് ഈ റിലേഷൻഷിപ്പിനെ ഇങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോയത്. നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ റെഡി ആയിരുന്നില്ല ഈ സിറ്റുവേഷന്. അതുകൊണ്ട് തന്നെ ഈ വിഷം കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം എടുപ്പിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം, അതാണ് നിങ്ങളുടെ പേഴ്സൺ വളരെ ട്രിക്കി ആയിട്ട് വളരെ മൈൻഡ് ഗെയിംസ് കളിച്ച് നിങ്ങളെ കൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കും നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾ ഇപ്പോൾ ജോലിയുള്ള ആളാണെങ്കിൽ ഓക്കെ, ജോലി കളയരുത്. നിങ്ങൾക്ക് ജോലി അത്യാവശ്യമാണ്. കാരണം നിങ്ങളുടെ രണ്ടാമത്തെ ജീവിതം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് ആ ലോങ് ജേർണിയിൽ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും ഒരു പുതിയ ജീവിതമാണ് തുടങ്ങാൻ പോകുന്നത്. നിങ്ങളും ഈ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അടുത്ത് തന്നെ അവസാനിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾ ഹാപ്പിയാണ് മനസ്സിൽ. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് പോകുന്നുണ്ട്. ഇപ്പം തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ അറിയാനിട വന്നാലും അതൊന്നും ആവാൻ പോകുന്നില്ല, ഞങ്ങൾ കമ്മിറ്റഡ് ആണല്ലോ, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഒരു പുതിയൊരു ജീവിതമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഈ തേർഡ് പാർട്ടി ഒരു തലവേദനയാണ്. പക്ഷെ അവർ പോലും അറിയുന്നില്ല അവരൊരു തലവേദനയായിട്ട് നിങ്ങൾക്കൊരു തലവേദനയായിട്ട് മാറുന്നത്. സ്കോർപ്പിയോ, തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ ഒരിക്കലും നമ്മളുടെ പേഴ്സണായിട്ട് വഴക്കുണ്ടാക്കില്ല. എപ്പോഴും തേർഡ് പാർട്ടിയാണ് കുറ്റക്കാരി അല്ലെങ്കിൽ കുറ്റക്കാരൻ അല്ലേ? പക്ഷേ ശരിക്കും പറഞ്ഞാൽ രണ്ട് കൈയും കൂട്ടിയടിച്ചാലേ സൗണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ രണ്ടുപേരും ഉത്തരവാദികളാണ്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും ഉത്തരവാദിയാണ്. ഈ സിറ്റുവേഷനിൽ തേർഡ് പാർട്ടി ഉത്തരവാദിയാണോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. എന്തായാലും നമ്മൾ മൂന്നാമത്തെ ഫൈനൽ റീഡിങ്ങിലേക്ക് പോവാണ് ഭഗവാന്. ഓം നമഃ ശിവായ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജാണ് വേണ്ടത്. ഭഗവാനെ നമഃ ശിവായ, ഓം 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 നമഃ ശിവായ, ഓം
ശിവായ. ഓം നമഃ ശിവായ. ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഭവാനേ നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓക്കെ, ഇവിടെ വന്നേക്കുന്ന കാർഡ് ചേഞ്ച് ആണ്. പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദ എമിനന്റ് വിൻസ് ഓഫ് ചേഞ്ച്. അപ്പോൾ ഇത് ഫേവർ, നിങ്ങൾക്ക് നല്ലതും കാര്യങ്ങളും കൊണ്ടുവരാം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചീത്ത കാര്യങ്ങളും കൊണ്ടുവരാം. ഈ ചേഞ്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഈ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യത്യാസം വന്നേ തീരുവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം ചിലപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുകയായിരിക്കും, നിങ്ങളായിട്ടൊരു ആക്ഷനും എടുക്കുന്നില്ല. അപ്പം യൂണിവേഴ്സ് ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ചീത്തയായിട്ട് ഭവിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ചീത്തയായിട്ട് ഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ സ്നേഹിക്കുന്നു, പക്ഷെ അയാൾക്ക് നമ്മളോട് സ്നേഹമില്ല, പക്ഷെ അയാളെ വിവാഹം കഴിക്കുള്ളൂ, അയാളെ തന്നെ വേണം എന്ന് നമ്മൾ വാശി പിടിച്ചിരിക്കുമ്പോൾ, അതുകൊണ്ട് നമുക്ക് ദോഷമുണ്ടാകുമ്പോൾ, നമ്മൾ അയാളെ ഉപേക്ഷിക്കാതിരിക്കുമ്പോൾ യൂണിവേഴ്സ് ഇടപെട്ട് അത് കുളമാക്കും. അപ്പോൾ നമ്മൾക്ക് അയാളെ നഷ്ടപ്പെടും, നമ്മളുടെ സന്തോഷം നഷ്ടപ്പെടും, നമ്മൾ പിന്നെ ഒരു ദുഃഖത്തിലേക്ക് പോകും. അതിൽ ഭേദം നമ്മൾ തീരുമാനമെടുക്കുന്നതാണ് നല്ലതെന്നാണ് ഇവിടെ ഒരു കാര്യം കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കാത്തപ്പോൾ യൂണിവേഴ്സ് കയറി തീരുമാനം എടുക്കും. അതൊരു ഒന്നൊന്നര തീരുമാനമായിരിക്കും കേട്ടോ. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണൽ തമ്മിലുള്ള ഓവറോൾ എനർജി, ലവേഴ്സാണ് ഇവർ. ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ളത്. ജെമിനായി സോഡിയാക് സൈൻ ആണ്. ഇവരുടെ റിലേഷൻഷിപ്പ് വളരെ കമ്മിറ്റഡ് ആയ റിലേഷൻഷിപ്പാണ്. അപ്പോൾ നിങ്ങളിവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടോ? പണിയാവുമല്ലോ. ദൈവാനുഗ്രഹമുള്ളൊരു റിലേഷൻഷിപ്പാണിത്. സോൾമേറ്റ് കണക്ഷനാണ്. വളരെയധികം അണ്ടർസ്റ്റാൻഡിങ് ഉള്ള, വളരെയധികം മ്യൂച്വൽ റെസ്പെക്റ്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണിത്. ഓക്കെ, 2 of Swords, King of Pentacles. അപ്പോൾ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് ചൂസ് ചെയ്തതാണ്. നിങ്ങളുടെ പേഴ്സൺ മനസ്സിലായോ? ഡിസിഷൻ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു ചോയ്സിലായിരിക്കാം ഈ പേഴ്സൺ ഡിസിഷൻ എടുത്തത്. ഇതൊരു കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. വളരെയധികം ധനികനായ ഒരു മെയിൽ എനർജിയാണ്. ധനികയായിരിക്കാം. അപ്പോൾ സ്ത്രീ പുരുഷ മാസ്കുലിനിറ്റി കൂടുതലുള്ളൊരു സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പുരുഷനായിരിക്കാം ഇത്. അപ്പോൾ എന്തായാലും ഇവർ തീരുമാനമെടുത്തത് ഈ ഒരു തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തേക്കാണ്. അപ്പം നിങ്ങൾക്ക് ഇവർ തേർഡ് പാർട്ടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഇവരെ ചൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ജെമിനായി സോഡിയാക് സൈൻ ആണ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനായി. വളരെ ഡിഫിക്കൽട്ടായൊരു ഡിസിഷൻ ആണെന്നാണ് പറയുന്നത്. പക്ഷേ അതല്ലെങ്കിൽ ചോയ്സ് എടുക്കാൻ ഈ പേഴ്സൺ ഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട്. മനസ്സിലായോ? ഈ പേഴ്സണ് ഇവരോട് തേർഡ് പാർട്ടിയോട് സ്നേഹമുണ്ട്. നിങ്ങളോട് എന്താണുള്ളത്? അത് ഈ പേഴ്സൺ രണ്ടുപേരെ സ്നേഹിക്കുന്നുണ്ടോ? അത് നിങ്ങൾക്ക് മാത്രമാണ് ഈ പേഴ്സണോട് സ്നേഹം? ഈ പേഴ്സണ് നിങ്ങളോട് സ്നേഹമില്ലേ? എന്തായാലും ഒരു ചോയ്സ് എടുക്കാൻ ഈ പേഴ്സൺ പ്രേരിതനാകുന്നുണ്ട്, അല്ലെങ്കിൽ പ്രേരിതയാകുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ. തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? Okay, Temperance. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഒരു മെച്യൂർഡ് ആയൊരു എനർജി ഉണ്ട്. ഇത് ആരുടെയെങ്കിലും അച്ഛനാണോ?
അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ? ഇവിടെ ഒരു ബിട്രയൽ കാണിക്കുന്നുണ്ട്. ആരെയോ ഈ നിങ്ങളുടെ പേഴ്സൺ ചതിക്കുന്നുണ്ട്. പേഴ്സൺ 2 റിലേഷൻഷിപ്പ് വെക്കുന്ന ഒരാളാണ്. നിങ്ങൾക്കറിയില്ല, മനസ്സിലായി? ഈ 2 റിലേഷൻഷിപ്പും ഒരുപോലെ, ഒരാളെ വിവാഹം കഴിക്കുക, ഒരാളെ കൂടെ കൂട്ടുക, അങ്ങനത്തെ ഒരു പ്ലാൻ നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലുണ്ട്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഈ പേഴ്സൺ പ്രാക്ടിക്കലായിട്ടല്ല ചിന്തിക്കുന്നത്, അത് പോസിബിൾ അല്ല എന്നൊരു ബോധം ഈ പേഴ്സണിൻ്റെ മനസ്സിലില്ല. അപ്പോൾ ഈ പേഴ്സണിൻ്റെ അച്ഛനാണോ ഇത്, അതോ ഒരു ചേട്ടനാണോ, ആരോ ഒരു ആൾ ഇതിനകത്ത് സ്ട്രോങ് ആണ്. അപ്പോൾ ആ പേഴ്സണിൻ്റെ ഡിസിഷനാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ഒരാൾക്ക് എന്തായാലും ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവും. അപ്പോൾ ഒരു ചതി ഇവിടെ ഷുവറാണ്. ഒരാളെ റിജക്റ്റ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ പേഴ്സൺ, കേട്ടോ. ഇതാരാണ്? ഈ എംപറർ ആരാണ്? പേഴ്സൺ കാരണം ഭയങ്കര സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ 2 പേരെ ചൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെയും തേർഡ് പാർട്ടിയും. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങളുടെ പേഴ്സണ് പറ്റുന്നില്ല. അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുമെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. അതുകൊണ്ട് തന്നെ വേറൊരാൾക്ക് ഈ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ പേഴ്സൻ്റെ ചേട്ടനായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനായിരിക്കാം. അവരോട് തീരുമാനിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തം തീരുമാനം വേറൊരാളുടെ തലയിൽ വെച്ച് കൊടുത്തേക്കാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കാൻ വഴിയുണ്ട്. ഇനി നിങ്ങളാണ് കൂടുതൽ പൈസയുള്ള ആളെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചോയ്സ് വീഴാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഡിസിഷൻ ഇപ്പോഴും ആയിട്ടില്ല. ഒരു ബാലൻസ് കൊണ്ടുപോകാനാണ്. ഇപ്പോൾ പേഴ്സൺ നല്ല സ്ട്രെസ്സിലാണ് നിങ്ങളുടെ പേഴ്സൺ, കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ കല്യാണാലോചന അങ്ങോട്ട് ചെന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ പേഴ്സണിൻ്റെ ആലോചന നിങ്ങൾക്ക് വന്നപ്പോൾ ഫാമിലീസ് തമ്മിൽ അറ്റാച്ച്മെൻറ്റ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ്ങിലായി, ഓക്കെ നമുക്ക് വിവാഹം നടത്താം എന്നൊരു. പക്ഷെ അതിനിടയിലാണ് ഈ തേർഡ് പാർട്ടി ഉള്ളത്. തേർഡ് പാർട്ടിയോടാണ് നിങ്ങളുടെ പേഴ്സണ് സ്നേഹമുള്ളത്. നിങ്ങൾക്ക് ഈ പേഴ്സണെ കിട്ടുമോ? നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഈ കാര്യം അറിയാൻ ചാൻസ് ഇല്ലായിരിക്കും. തേർഡ് പാർട്ടി കണക്ഷൻ എവിടെയെങ്കിലും ഒരു റൂമർ കേട്ടിട്ടുണ്ടാവും, പേഴ്സണ് തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു ലവ് അഫെയർ ഉണ്ടെന്ന് നിങ്ങൾ കേൾക്കാൻ ഇട വന്നിട്ടുണ്ടാവാം. പക്ഷേ അത് നമുക്ക് നോക്കാം. ഏരീസ് ആണത്. ഏരീസും സാജിറ്റേറിയസും ആണ്. ഫയർ സൈൻസ് ആണ് രണ്ടും. അങ്ങനെയാണെങ്കിൽ ഈ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോഴുള്ള ഫീലിങ്സ് എന്താണ്? എന്തുകൊണ്ടാണ് ഈ ചോയ്സ് ഈ പേഴ്സൺ കൈവിട്ടത്? എന്താണ് അല്ലേ? അതൊരു ഇതല്ലേ. ഒരാളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഇവിടെ ഭാര്യയും ഭർത്താവും ഉണ്ട്, അമ്മയും അച്ഛനുമാണിത്. അപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ അമ്മയാണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഈ പേഴ്സൺ ഇവിടെ ഒരു വോയിസ് ഇല്ലാത്ത പോലെ. സ്നേഹമുണ്ട്, അത് വേറെ കാര്യം. സോൾമേറ്റ് കണക്ഷനാണ്, ആനയാണ്, ചേനയാണ്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ അമ്മയും അച്ഛനും പറയുന്നതിനപ്പുറത്തേക്ക് പേഴ്സൺ പോകില്ല. അപ്പോൾ തേർഡ് പാർട്ടിയോടുള്ളതിൽ ഒരു കൺഫ്യൂഷനാണ്. ഇപ്പോൾ തേർഡ് പാർട്ടിയെ സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ജോലിയൊന്നും കുടുംബമായിട്ട് സ്വത്തുള്ള ഒരാളായിരിക്കാം, മനസ്സിലായി? അപ്പോൾ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പ്രാപ്തിയില്ലാത്തൊരു എനർജിയാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും, അല്ലെങ്കിൽ ഇവിടെ നല്ലോണം ഒരു കള്ളക്കളി കളിക്കുന്ന ഒരു എനർജിയാണ്. കാരണം നിങ്ങളോടൊരു കാര്യം പറയുന്നു, തേർഡ് പാർട്ടിയോട് ഒരു കാര്യം പറയും. തേർഡ് പാർട്ടി പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ഈ പേഴ്സണ്. പക്ഷെ അതിനിടയിൽ നിങ്ങളുടെ ആലോചന വന്നപ്പോൾ ഒരു മനസ്സിനൊരു ചാഞ്ചല്യം, മനസ്സിലാവുണ്ടോ? അപ്പോൾ തേർഡ് പാർട്ടിയെ വേണോ? കൂടുതൽ ലക്ഷറി. ഒരു കോമഡി ഉണ്ട്, പഞ്ചാബിയാണ്. കോമഡിയിൽ ഒരു പയ്യൻ വന്നിട്ട് അച്ഛനോട് പറയാണ്, ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ അവളെ കല്യാണം കഴിക്കുള്ളൂ, ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു അരമണിക്കൂർ ഡയലോഗ് അടിക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പറയും, ഓക്കെ എന്നാൽ നീ അവളെ കല്യാണം കഴിച്ചു, ഞാൻ ഈ പെണ്ണിൻ്റെ വീട്ടുകാരോട് പറഞ്ഞേക്കാം റോൾസ് റോയ്സും ഇത്രയും പൈസയും വേണ്ടെന്ന്. എനിക്കത് വേണ്ട, എനിക്ക് റോൾസ് റോയ്സും കേട്ടപ്പോൾ ഇയാൾ ഞെട്ടി. റോൾസ് റോയ്സാ? എന്നാ വെച്ചാൽ പിന്നെ ഇവൻ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ വീട്ടുകാരോട് വിളിച്ച് പറഞ്ഞേക്ക് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, ഞാൻ ഈ റോൾസ് റോയ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പെണ്ണിടയ്ക്ക് വിളിക്കുമ്പോൾ മറ്റേ അവൻ്റെ ലവർ വിളിക്കുമ്പോൾ പറയും, അയ്യോ എനിക്ക് നിന്നെ അറിയില്ല, നീ ആരാണെന്ന് ചോദിക്കും. ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്, മനസ്സിലാവുണ്ടോ? അപ്പോൾ പൈസയുടെ മുകളിൽ പരുന്തും പറക്കില്ല എന്നാണ് പറയുക.
അത്ര പൈസയ്ക്ക് അത്ര പവറാണെന്ന്. അപ്പോൾ അതാണ് ആ പവറാണ് ഇവിടെ കാണുന്നത്. ആ വന്ന കല്യാണാലോചനയുടെ ആ വന്നത് സ്വത്തും പണവും അതിൻ്റെ പവറാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും അച്ഛനും അമ്മയും ഫ്ലാറ്റാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. മനസ്സിലായി? അപ്പം നിങ്ങൾക്ക് നറുക്ക് വീഴാനാണ് ചാൻസ്. നമുക്ക് നോക്കാം നിങ്ങളോടുള്ള ഈ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ്. തേർഡ് പാർട്ടിയോടുള്ള ഉദ്ദേശം നമ്മൾ കണ്ടു, അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അമ്മ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല, അമ്മ പറയുന്നത് നമ്മൾ ഒരിക്കലും അത് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ലല്ലോ എന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ഉദ്ദേശം എന്താണ്? ഒരു ടവർ മൊമെൻ്റ് ഒഴിവാക്കാനാണ് നിങ്ങളോട് കോൺസ്റ്റൻ്റ് ആയിട്ട് മീൻസ് ഈ സിറ്റുവേഷൻ, നിങ്ങളുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യണമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് കല്യാണത്തിലേക്ക് അടിപൊളി നിങ്ങളായിട്ടുള്ള കല്യാണം നടക്കും. മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങളായിട്ടുള്ള ഉദ്ദേശം ഹാപ്പിനെസ്സും പണവും, പിന്നെ നിങ്ങൾക്ക് ജോലി ഉണ്ടാവും, അതും പിന്നെ സ്വത്തും എല്ലാം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ലൈഫ് സെറ്റായി പേഴ്സൻ്റെ. അപ്പം നിങ്ങൾക്കാണ് നറുക്ക് വീഴാൻ പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഈ പേഴ്സൻ്റെ ജീവിതത്തിൽ ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ പേഴ്സൺ നിങ്ങളെ തന്നെ വിവാഹം കഴിക്കും. ഇവിടെ മാരേജ് ഉണ്ട്, പെട്ടെന്നായിരിക്കും തീരുമാനം വരാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇതുവരെ ഇല്ല, തേർഡ് പാർട്ടി ഉണ്ട്, അവർ അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണ് പയ്യൻ ഈ വേണ്ടാന്ന് പറയുന്ന ആന ചേനാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പാരൻസ് സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ പേഴ്സൺ ഉടനെ തന്നെ മാറിയിട്ട്, എനിക്ക് പണ്ടൊരു റീഡിങ് വന്നിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി ഈ പയ്യൻ റീഡിങ് വന്നിട്ട് പിറ്റേ ദിവസം ആ പെൺകുട്ടിയുടെ കല്യാണമാണ്. ഈ പയ്യൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ. ഈ പേഴ്സൺ എന്നോട് പറഞ്ഞ റീഡിങ് എടുക്കണം, അവളെ എങ്ങനെയെങ്കിലും ഇതാക്കാൻ പറ്റുമോ, കല്യാണം കഴിക്കാം. റീഡിങ് എടുത്തപ്പോൾ കണ്ടത് എന്താണ്? അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു നിങ്ങളിപ്പോഴാണ്, നാളെയാണ് കല്യാണം, അവൾ പോലും അറിഞ്ഞിട്ടില്ല കല്യാണം, അവൾ അറിയാണ്ടാണ് കല്യാണം നടക്കുന്നത്. അത് അവളുടെ കല്യാണം കഴിഞ്ഞോ, പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവനെ കോൺടാക്ട് ചെയ്തു. എന്നിട്ട് ഇവനോട് പറഞ്ഞു, ഞാൻ പോലും അറിഞ്ഞില്ല എൻ്റെ കല്യാണത്തിൻ്റെ കാര്യം, കല്യാണ സമയത്താണ് ഞാൻ അറിയുന്നതെന്നൊക്കെ ഭയങ്കര ഡയലോഗ്. പെൺകുട്ടി കല്യാണം കഴിച്ചാൽ നല്ല പൈസയുള്ള ഒരാളെയാണ് അവിടെ ഈ പേഴ്സൺ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി. അത് ഈ കുട്ടി ഈ പയ്യൻ എൻ്റെ അടുത്ത് വന്ന് റീഡിങ് എടുത്തു. അപ്പം അതിനകത്ത് കണ്ടു ഈ പേഴ്സൺ ഈ പെൺകുട്ടി നുണ പറഞ്ഞതാണ് ആ കുട്ടിയോട്. മനസ്സിലായോ? പൈസ കണ്ടപ്പോൾ അങ്ങോട്ട് ചാടിയതാ. എന്നിട്ട് പാവ ഈ കുട്ടിയെ ഇട്ട് വട്ടം കളിപ്പിച്ചു. ആ പെൺകുട്ടി നുണ പറഞ്ഞു, മുഖത്ത് നോക്കിയതായി പയ്യൻ വിശ്വസിക്കുകയും ചെയ്തു. മനസ്സിലായോ? അവൾ അങ്ങനെ വെച്ചാൽ അവൾ പറഞ്ഞു, എനിക്കറിയില്ലായിരുന്നു, വീട്ടുകാരെല്ലാം കൂടെ നിർബന്ധിച്ചതാണ്, എനിക്ക് ഒരു ഇതുമില്ലായിരുന്നു, കല്യാണത്തിൻ്റെ അന്നാണ് ഞാൻ അറിയുന്നതെന്ന്. ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അപ്പം ഇതും നിങ്ങളുടെ അതുപോലെ തന്നെ ഈ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ പറയാൻ പോകുന്നത് ഇതാണ്, വീട്ടുകാരെ നിർബന്ധിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അവരെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്ത് അവോയ്ഡ് ചെയ്ത് കളയും. അവരോട് ഒന്നും പറയില്ലായിരിക്കും ചിലപ്പോൾ. അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്നേ ഇല്ല. മനസ്സിലായി? അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നെഗറ്റീവാണ് കാണിക്കുന്നത്, കൺഫ്യൂഷനാണ്. അപ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നില്ല തേർഡ് പാർട്ടിയോട്. നേരെ വന്ന് നിങ്ങളെ വിവാഹം കഴിക്കും. വിവാഹം കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളടുത്ത് ഫോൺ തന്നിട്ട് പറയും, ഇതെൻ്റെ വൈഫാണ് സംസാരിക്കുന്നത് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും? തേർഡ് പാർട്ടി എന്ത് ചെയ്യും? അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും ഇവിടെ സ്കോർപിയോ ഉണ്ട്, ലിയോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇനി നടക്കാൻ പോകുന്നത്? അപ്പം നിങ്ങളോടുള്ള ഉദ്ദേശം നിങ്ങളെ വിവാഹം കഴിക്കണം തന്നെയാണ് കേട്ടോ. ഈ പേഴ്സൺ ഭയങ്കര ഹാപ്പി ആവും, സാറ്റിസ്ഫൈഡ് ആവും. പേഴ്സൺ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ടുള്ളൊരു ഹാപ്പിനെസ് ഉണ്ട് ഈ പേഴ്സണ്. ഓപ്പർച്യൂണിറ്റീസ്, കുറേ ഓപ്ഷൻസ് കിട്ടി ഈ പേഴ്സൺ ഇപ്രാവശ്യം ലക്കിയായി. പക്ഷേ ഇവിടെ ഒരു സ്നേഹം ഉണ്ടാവാൻ വഴിയില്ല. കാരണം ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കാനൊരു ചാൻസും ഇല്ല. ഇതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും റിലേഷൻഷിപ്പ് നിങ്ങൾക്ക്. അവസാനം ഇതൊരു എൻഡിലേക്ക് പോകും. നിങ്ങളിത് ട്രാപ്പിലായ പോലെ ആവും ഈ റിലേഷൻഷിപ്പിൽ. ഇവിടെ സ്നേഹം ഉണ്ടാവില്ല നിങ്ങൾ തമ്മിൽ. അതാണ് കഷ്ടം. കാരണം ഒരു പ്രാവശ്യം ഒരാളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യുന്ന ഒരാൾക്ക് അത് പിന്നൊരു ഹരമായിട്ട് മാറും, പിന്നെ ഒരു ഈസി ആവും. മനസ്സിലായി? നമ്മൾ ഒരു നല്ല തണുപ്പുള്ള വെള്ളത്തിലേക്ക് ആദ്യം കാലിൽ നിന്ന് മുട്ടിച്ച് നോക്കുമ്പോൾ ഭയങ്കര തണുപ്പ്, ഇറങ്ങിക്കഴിഞ്ഞാലോ മാറി, പിന്നെ നമുക്കത് ശീലമാവും. അങ്ങനൊരു സിറ്റുവേഷനിലേക്ക്. അപ്പോൾ ഈ പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ ജീവിതം കുറച്ച് പ്രശ്നങ്ങളുള്ളതായിരിക്കും കേട്ടോ. ഈ പേഴ്സൺ ഹാപ്പി ആവും, കാരണം ഈ പേഴ്സണ് മനസ്സിലാവും സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന്. ഒരു ഗിൽറ്റിയും ഇല്ലാത്തൊരു പേഴ്സൺ ആണിത്, അത് പണിയാവും. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു സ്നേഹം ഒരിക്കലും ഉണ്ടാവില്ല. ഇത് റിലേഷൻഷിപ്പ് ഒരു ട്രാപ്പ് പോലെയാവും നിങ്ങൾക്ക്. അവസാനം ഇതൊരു ഡിവോഴ്സിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, സ്കോർപിയോ, ജെമിനായി, ലിയോ, സ്കോർപിയോ,
ടോറസ്, ലീബ്ര, സാജിറ്റേറിയസ്, ഏരീസ്, ജെമിനായി. ഇത്രയുമാണ് സോഡിയാക്സ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇതോടെ ഞാൻ ഇന്നത്തെ കാർഡ് റീഡിംഗ് ഇവിടെ നിർത്തുകയാണ്. അതാണ് ചേഞ്ച് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഇനിയും വേറൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും അറിഞ്ഞു തരാനിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടേക്ക് കെയർ. എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ ബൈ.